ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് കിഡിലൊരു രസമാണ് കേട്ടോ. അത് വേറെ രസമല്ല, നമ്മളുടെ ചിക്കൻ രസമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെയാണ് രസം ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലെഗ് പീസ്, എല്ല് പീസുകൾ, നെക്കിൻ്റെ ഭാഗങ്ങളില്ലേ, അതുപോലെ എല്ലിൻ്റെ ഭാഗങ്ങൾ മാത്രം വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതുകൂടെ ഞാൻ 2-3 പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചിക്കൻ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തിലൊക്കെ ചതയ്ക്കുന്ന അതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു പൗഡർ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ 2 സ്പൂണ് പച്ചമല്ലി ഇല്ല, അതായിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 സ്പൂണ് കുരുമുളക്, അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് നല്ല ജീരകം കേട്ടോ, അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ഉണക്കമുളക് വേണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൗഡർ രൂപത്തിൽ അടിച്ചു കൊണ്ടുവരാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടും പൗഡറാക്കി എടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ റോസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയാണ് പൊടിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾക്കൊന്ന് വറുത്തെടുക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി പൊടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ കടുക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളക് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ടാവും. ചുവന്നുള്ളി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഹെൽത്തിന് നല്ലതാണ് ചുവന്നുള്ളി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും, അത് രണ്ടും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാ രസം എങ്ങനെ വെക്കുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ. തക്കാളിയും കുറച്ച് കറിവേപ്പിലയും, കുറച്ച് വലിയൊരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് പിന്നെ 2 കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി അരക്കുമ്പോൾ ഇട്ട് കൊടുത്താണ്. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് സോട്ടായതിന് ശേഷം നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. മല്ലിപ്പൊടി ചിലവർ ചേർക്കാറുണ്ട്, ഞാൻ ചില സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുത്താലും. ഒന്ന് ഇളക്കി കൊടുത്താൽ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മളിവിടെ ക്ലീനാക്കി വെച്ച് ചിക്കനില്ല അതിട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. 2 മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ തുറന്ന് നോക്കാം. തുറന്നപ്പോൾ അതിലേക്ക് ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതാ നമ്മളിവിടെ പൗഡറാക്കി വെച്ചിരിക്കുന്ന പൗഡറില്ല അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിനുശേഷം നമുക്കിനി ഈ രസത്തിന് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ചിക്കൻ ഇപ്പോൾ ഹാഫ് വേവ് ആയിട്ടുണ്ടാവുള്ളൂ. ചിക്കനൊന്ന് വേവ് വേണം, മസാല കുത്തൊക്കെ പോയി ഒന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. അപ്പം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. രസത്തിന് ഒരുപാട് വെള്ളം നമുക്കൊന്ന് ആ ചിക്കൻ വേവും കൂടി വേണ്ട. അപ്പോൾ ഒന്ന് ഇങ്ങനെ തിളച്ച് വരുന്നതോറും ആ വെള്ളം ഒന്ന് നമ്മൾ ഒഴിച്ചതിനെ ഒന്ന് വെറ്റി വരും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാനിതിൽ പുളി പിഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി പിഴിഞ്ഞിട്ട് ഒരു നാരങ്ങ സൈസ് പുളി എടുത്ത് പുളിയെ നമുക്ക് രസത്തിന് ആഡ് ചെയ്യുന്ന പോലെ തന്നെ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പുളി ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒഴിച്ച് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ രസത്തിന് പുളി പിഴിഞ്ഞ് ഒഴിക്കുന്ന പോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല, ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക, അത്രയും ടൈം എടുക്കുന്നുള്ളൂ. നമ്മൾ രസം ഇവിടെ തിളച്ച് വരുന്നുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ചിക്കനും കൂടി വെന്ത് വരും. അപ്പോൾ ചിക്കനൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് എല്ലി പീസ് മാത്രം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് രസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ രസം ഉണ്ടാക്കലുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുമല്ലോ രസം. അപ്പോൾ ഈ 2 പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ വെന്ത് രസമൊക്കെ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറി നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ.
രസമാകുമ്പോൾ വെള്ളം പോലെ തന്നെ ഉണ്ടാവും, നമുക്കൊന്ന് കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കൊണ്ട് രസം വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ വെന്തില്ല എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട, അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് ചിക്കനൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു രസം ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.